ദൈവമേ, ഇത്രയും ഗതികെട്ട ഒരു ജീവിതം ഒരു സ്ഥലത്തും ഇല്ല. സഹിക്കാൻ ബാമ ചോദിച്ചത് എവിടെയടി ബാമുണ്ടെങ്കിൽ പുറൂറുക്കുന്നതാ. പുറൂറുക്കേണ്ട കാര്യത്തിന് പുറൂറുക്കാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? എന്താണ് കാര്യം? എന്റെ പോനള എനിക്ക് തലവേദന എടുത്ത് പൊട്ടുന്നു. ഞാൻ ചെന്ന് ആ പെണ്ണിന്റെ അടുത്ത് തലവേദനയുടെ മരുന്നുണ്ടെങ്കിൽ തന്നപ്പം അവിടെ ഇല്ല. കൂലിപ്പണിക്കാരെ വീട്ടിൽ കാണുമല്ലോ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള. അമ്മ ഈ കൂലിപ്പണിക്കാർക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് ചെലവും കഴിഞ്ഞ അത്യാവശ്യം ഒരു 1000 രൂപ കൈ കാണും. ഇവിടെ 1000 പൈസ പോലും അവന്റെ കാണൂല. അതാണ് പ്രത്യേകത. ആഹാ, 1000 പൈസയുടെ വരുമാനമൊക്കെ മതി ഒരു തലവേദനയുടെ മരുന്ന് വാങ്ങിക്കും. പക്ഷെ അത് വാങ്ങിക്കാൻ മനസ്സ് വേണം. ചുമ്മാ നീ എടുത്തോണ്ടോ ഇവിടെ നിന്ന് എടുത്തോണ്ട് വാ. ഇവിടെ നേരത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം അമ്മാവനെന്ത് തലവേദന ഒരു സ്ഥലത്തോട്ട് പോയായിരുന്നു. പിന്നെ ഒരെണ്ണം അങ്ങോട്ട് ഇവിടെ കണ്ടിരുന്നു. അത് പിള്ളേരടുത്ത് കളിച്ച് പിന്നെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടില്ല ഇവിടെ ഇരിക്കണം. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് കയറി എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടമ്മ. ഇപ്പൊ ആവശ്യത്തിനില്ലല്ലേ, സന്തോഷമായി പോയി. അമ്മ ഒരു കാര്യം പോയി കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അങ്ങ് മാറിക്കോളും. കിടന്നങ്ങ് മാറുമ്മ. അതെനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. നീ പോ. പോവാം. അത് കിടക്കണമെങ്കിലേ ഞാൻ അല്പം വിചാരിക്കല്ലേ പട്ടിയെല്ലാം കയറും. അതൊക്കെ എനിക്കറിയാം. നീ ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ബാമ കിട്ടിയില്ലല്ലോ, അത്ര സന്തോഷമായി പോയി. എന്നാ പറഞ്ഞേ? ബാമില്ലേ അവിടെ? ഇവിടത്തെ ബാമ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ക്ലീറ്റോ ഇങ്ങോട്ടോട്ടും കൊണ്ടുപോയതാന്നേ. അതിന് എന്നെ കൊറേ ചീത്ത പറഞ്ഞു. ഇവിടെ വന്ന് എന്റെ പരാതിയൊക്കെ പറഞ്ഞു. എന്റെ അടുത്തും ചോദിച്ചു. ഞാനിവിടെ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കിടന്നുറക്കാൻ പറഞ്ഞു. അവർ കിടക്കാൻ എനിക്കറിയാം, നീ എന്നെ കിടത്ത് ഉറക്കണ്ടെന്ന് പറഞ്ഞു. പട്ടി കയറുമ്പോ ഗ്രില്ലടയ്ക്കാന്ന് പറഞ്ഞ് അതെനിക്കറിയാം അടയ്ക്കാന്ന് പറഞ്ഞു. നീ പോവാ? ഇറങ്ങി. പിന്നെ ലില്ലി വന്നിട്ട് ഞങ്ങളൊന്ന് പോകൂട്ടോ ഷൂട്ടിങ് കാണാൻ. മറ്റേ അമ്മായിയുടെ വീടിന്റെ അടുത്ത്. പിന്നെ അടുത്ത് പോലും കാണാൻ പറ്റും. എന്തിനാണ് വെറുതെ? അടുത്തൊക്കെ കാണാം. എന്താ അടുത്താണ്? നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ ടിവിയില്. അത് തന്നെ, അവരൊക്കെ ദൂരേക്കല്ലേ, നമുക്ക് ഷൂട്ടിംഗ് അടുത്ത് കാണാൻ പറ്റും. അത് സാരില്ല, അകലെ നിന്ന് കണ്ടാലും മതി. ആളുകളുടെ ബഹളം വെക്കണം. നമുക്ക് നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പം. ഞങ്ങള് പോകും. പറഞ്ഞതാ, പറയാതെ പോയിന്ന് പറയണ്ടല്ലോ. ഇതെന്തോന്നാടാ? ഇത് അമ്മ എടുത്ത് വെച്ചിരിക്കായിരുന്ന? ഞാൻ എടുത്ത് ഒളിച്ചു വെച്ചിരുന്നു. കിട്ടിയല്ലോ ഇപ്പൊ. കിട്ടി. നോക്കുന്ന കിട്ടിയെങ്കിൽ എനിക്ക് ഇടാൻ അറിയാം. നോക്കണ്ട നോക്കണം, അങ്ങനെ കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ നിന്നോട്ട് ഞാൻ കണ്ട്. രണ്ടുപേരും ഒപ്പം തന്നെ, മോളും ഒപ്പം മോനും ഒപ്പം. അങ്ങനെ തന്നെ. എന്താ സംശയം? ഇനി തൊട്ട് അങ്ങനെ തന്നെയാണ്. കാര്യം പറയാൻ വന്നിരിക്കുന്നു. എടാ കള്ള, നിനക്ക് നോക്കാൻ മടിയായിട്ടല്ലേടാ പോയി കിടന്നുറങ്ങാൻ? അവക്കല്ലേ അറിയാം എവിടെ ഇരിക്കണം എന്തെന്നൊക്കെ. അവക്കെ അറിയാം. എനിക്ക് അമ്മായി വെറുതെ അല്ല, ഒരു കാര്യം പറയാൻ വന്നതാ. നീ അത്യാവശ്യം നീ പോയിക്കോ, ഞാൻ അവനോട് പറഞ്ഞോളാം. ആണോ? എന്തായാലും വിളിച്ചാൽ അമ്മായി എന്ത് പണിയാ കാണിച്ചത്? അമ്മായി എന്താടി? ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാനിരുന്നാലേ ഷൂട്ടിംഗ് കാണാം. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ചാടി പഠിച്ച് പോകുന്ന എന്തിനാ? നമ്മുടെ അപ്പുറത്തെ വീടല്ലേ ലൊക്കേഷൻ. അവിടെ അവരെല്ലാം വാരിക്കെട്ടി പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഷൂട്ടുള്ളൂ. അയ്യോ, എന്താ ഷൂട്ടിംഗ് എല്ലാം കുളമാക്കിയത്. എന്നാ ചേച്ചി എന്തി ഉറങ്ങുവാ? ചേച്ചി എണീക്കുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു പോകണം. ക്ലീറ്റോ ഉണ്ടോ അവിടെ? അവനും കൂടെ കേക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. എന്റെ ക്ലീറ്റോ ഒന്നും വാതേ, അമ്മായി ധൃതി പിടിച്ച് നിക്കുന്നു. ഓ സാർ ഞാൻ നാളെ വിളിക്കാം സാർ. നാളെ ഫൈനൽ പറയാം. സാർ. ഓക്കെ സാറ്. അല്ല, അമ്മായി പറഞ്ഞിട്ട് അമ്മാവരുടെ അമ്മ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. അങ്ങനെ ചങ്ങനാശ്ശേരി ആരെയോ കാണാനങ്ങണ്ട് പോയേക്കുവാ. ഒറ്റയ്ക്ക് വരോ? അത് പറ്റി കർഷകൻ ഇവിടെ പോയി. ഉദ്ദേശം അങ്ങേര് അറിയാതാ ഞാൻ വന്നേക്കുന്നേ. വിളിക്കുമ്പോഴൊന്നും അങ്ങേര് പറയരുത് ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ, എനിക്കൊരു കാര്യം ഞാൻ കനകനോട് പറയാൻ വന്നതാ. അവ അവിടെ ഇല്ല. ഇനിയിപ്പോ നീ ആയാലും മതി. കനകനോട് പറയാൻ വന്ന കാര്യം കനകൻ ഇല്ലാത്തോണ്ട് വേണമെങ്കിൽ മച്ചപ്പെടുത്ത് പറയാതെ. അങ്ങനല്ല ഉദ്ദേശിച്ചത്. എടാ, നീ ഇനി ഇതിനകത്ത് കയറി കലക്കാൻ നിക്കല്ലേ. അമ്മായി ഉദ്ദേശിച്ച അങ്ങനല്ല. ആ കാര്യം അമ്മായി ഇവിടെ വന്നപ്പോൾ അത് കനകനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ബോധ്യമായതും
എന്നോട് പറയാന്ന് വെച്ചു. ആരെങ്കിലും ഒന്ന് കാര്യം പറയൂ, ഞാൻ അമ്മായി ഈ വിഷയത്തിലോട് എന്താണ് ആർക്കെങ്കിലും വല്ല ജോലിക്കയറ്റോ സ്ഥലക്കയറ്റോ മറ്റേ സ്ഥലക്കച്ചവടോ ഇനി വാഹനങ്ങളോ വല്ല എന്താണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞോ? എൻ്റെ പൊന്നു കൊച്ചെ, ഇന്നലെ ഞാൻ അവിടെ ബോറടിച്ചിരുന്നപ്പം ഞാനൊന്ന് ഷൂട്ടിംഗ് കാണാൻ പോയി. അവിടെ ചെന്നപ്പം ഇങ്ങനെ വീട്ടിലില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് കുറേ നേരം ഇരുന്നപ്പോൾ അവിടുന്ന് ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഒരു വേഷം ഒന്ന് അഭിനയിക്കാമോ? എന്റെ ദൈവമേ, ഇതാ ക്ലീറ്റോ കഷ്ടകാലം എന്ന് പറയണത്. ഇന്നലെ ഞങ്ങൾ രണ്ടും കൂടി പോവാനിരുന്നതാ. ഞാൻ അവിടെ ചെയ്തെങ്കിൽ അവരത് എന്നെ കൊണ്ട് ചെയ്യിച്ചു പോയേനെ. അത് ഇനി ചെന്ന് കയറി കൊടുത്താലും മതി, അവര് വേഷം തരും. എന്നിട്ട് ഡയലോഗും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കും. അപ്പൊ 2 തടിയന്മാര് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിക്കും, പ്രഭാകര വർമ്മ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇല്ല, ഗംഗാദേവിയുമായിട്ട് പുറത്തു പോയെന്ന് പറയും. അപ്പൊ അവര് എവിടെ പുറത്തെവിടെ പോയി? അപ്പൊ ഞാൻ പറയും അരുന്ധതി ദേവിയുടെ ആശ്രമത്തിൽ പോയെന്ന് പറയും. അപ്പം യുവന്മാര് പറയും ആശ്രമത്തിൽ പോയാലും എവിടെ പോയാലും ചിത ഒരുക്കി വെക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് യവന്മാരങ്ങ് പോകും. എന്നിട്ട് അത് അവന്മാരങ്ങോട്ട് പോകുമ്പോ വേറൊരാളൊരു കസാരയിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു തടിയൻ അയാൾ അവിടെ നിന്നോട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും കട്ട് എന്ന് പറയും. അത് സംവിധായകൻ. അത്രേ ഉള്ളൂ സംഭവം. അത്രയാണ് അഭിനയിച്ചത്. ഞാൻ നന്നായിട്ട് ചെയ്തു. അതെ, വേറെ കാര്യമുണ്ട്. ഇത് നല്ല ത്രില്ലിംഗ്, നല്ല സ്ക്രിപ്റ്റ്, ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല പേരുകൾ, അരുന്ധതി ദേവി, ആശ്രമം, ചിതയിരിക്ക് വെച്ചോന്ന് പറയണല്ലേ, അതാണ് അതവിടെ ഒരു സംഭവം. പൈസ വല്ലതും കിട്ടിയായിരുന്നോ? എന്റെ പൊന്നു വെച്ച പൈസ മേടിക്കാനുള്ള ഒന്നും ഇല്ലത്. അയ്യേ, എന്താ നമ്മ ഈ പറയണത്? നിങ്ങൾ കളിക്കരുത്. ഇന്നിപ്പോ ചെറിയൊരു സീരിയലിൽ ഒന്ന് മുഖം കാണിച്ചാ ഉണ്ട് 10,000 രൂപ. ഒരു പ്രധാനപ്പെട്ട സീരിയൽ നടന്ന എത്ര രൂപ കിട്ടും അറിയാമോ? 25,000 രൂപ ഒരു ദിവസത്തെ ശമ്പളം. 25,000? പിന്നെ 5,000 രൂപ ഒരു ദിവസം കിട്ടുമോ? അല്ലാതെ എന്തിനാ ഞാൻ പിന്നെ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഭിനയിക്കാൻ പോയപ്പോരെ ഇപ്പോ അവിടെ പോയി കൊതികളല്ല അഭിനയിക്കണം. അവര് പറയുന്ന അനുസരിച്ച് ആക്ട് ചെയ്യണം. അതിനെ വായിച്ചായിരുന്നു. ഇവിടെ അഭിനയിക്കണതല്ല, അതിന്റെ സ്ക്രീനിൽ ഈ ക്യാമറയുടെ മുമ്പിൽ വേറെ അഭിനയമുണ്ട്. അല്ല, അമ്മായിക്കപ്പോ അവന്മാര് പൈസ ഒന്നും തന്നില്ല. ഞാൻ മാച്ചേരാ അമ്മാരെ പേരും ഡീറ്റെയിൽസും പറ. ഇത് കനകനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും അതാണ് ഞാൻ പറ അമ്മായി. അവരെ എന്റെ ചെറുക്ക ഇതൊന്നുമല്ല, കാശ് തരാത്തൊന്നുമല്ല പ്രശ്നം. പിന്നെന്താണ്, വേഷം ഇനി കൂട്ടി തരണോ? വേഷം വേണോ? പ്രശ്നം നിന്റെ അമ്മാവനാ. അമ്മാവനെന്താ പ്രശ്നം? അമ്മാവനും അഭിനയിക്കണമെന്ന് പറഞ്ഞ ഇതൊന്നുമല്ല. അങ്ങേര് ഞാൻ അഭിനയിക്കുമ്പോ അങ്ങേരെ അവിടെ ഇല്ലല്ലോ. എന്റെ ഭാര്യ അഭിനയിപ്പിക്കാൻ അങ്ങേരുടെ അനുവാദം വേണ്ടായോ? അങ്ങേരുടെ ഭാര്യയല്ലയോ? അങ്ങേരുടെ അനുവാദം ഇല്ലാതെ എന്തിനാ അഭിനയിപ്പിച്ചത്? ഞാൻ അഭിനയിച്ച ഭാവമൊക്കെ കട്ട് ചെയ്യിച്ചോളയോ? ഇതൊക്കെ അവരോട് പോയി ചെന്ന് വഴക്കുണ്ടാക്കിയോ? എന്നോട് വീട്ടിൽ അവരവിടെ ഇല്ലല്ലോ, അവരും പോയില്ല. ഇനി അടുത്ത ആഴ്ച വരൂ. സംഭവം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് അമ്മ പൈസ ഒന്നും കൊടുത്തില്ലല്ലോ അമ്മായി. അമ്മ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുമോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ സിനിമയുടെ ആൾക്കാരെ പോയി കണ്ടിട്ട് അമ്മായിക്ക് കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചു തരാം. അപ്പോഴത്തേക്ക് അമ്മ ഓക്കെ ആവുമായിരിക്കും. കാശിനൊന്നും വേണ്ടിയായിരിക്കത്തില്ലടോ അങ്ങേര്. അങ്ങേരോട് ചോദിക്കാതെ പോയി എന്നുള്ളതാണെങ്കിലോ, അങ്ങേരോട് അനുവാദം ചെയ്യും. അങ്ങേരുടെ ഭാര്യയല്ലോ, അങ്ങേരുടെ അനുവാദം ചോദിക്കാതെ അഭിനയിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇനി അമ്മായി വലിയ നടിയായിട്ട് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ അമ്മാവിന് കൈവിട്ട് പോകുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതാണിപ്പോ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന്? എന്നോട് പറഞ്ഞു പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചങ്ങനാശ്ശേരി പോയേക്കുന്നു. ഈയിടെയായിട്ട് അമ്മായി അല്പം ചെറുപ്പമായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മാവിന് ഉള്ളിലൊരു ഭയം. എന്നെ കാണുമ്പോ എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ചെറുപ്പായിരുന്നു. നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അമ്മായിനെ കണ്ടിട്ട് 2 പ്രാവശ്യം പറഞ്ഞല്ലേ. ഒരാളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുമ്പോ പിന്നെ അതിൽ കയറി അമ്മായിക്ക് ചായ വല്ലതും വേണോ? മോളെ ഞാൻ പോട്ടടി, അങ്ങേര് വിളിക്കാൻ ചെയ്ത് ഫോൺ എടുത്തില്ല. പോന്ന് ഇനി അമ്മാവൻ അറിഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ടെൻഷൻ പിടിക്കണ്ട. ഏതൊരു പുരുഷ ഈഗോ എന്ന് പറയും. അതാണ് അത്. ഫോൺ വിളിക്കുമ്പോഴത്തേനെ അമ്മായി പുറത്തെങ്ങാനും ആണെങ്കിൽ പിന്നെ അത് മതി. ഞാൻ പോവാന്നേ കൊച്ചെ. പോ. ഞാൻ വന്ന കാര്യം ഒന്നും പറഞ്ഞേക്കല്ലേ? ഇല്ല. അച്ഛമ്മക്ക് അതിനകത്ത് എനിക്കൊരു വേഷം പിടിച്ചാലും പറ്റത്തില്ല. നീ ഇപ്പോൾ നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നുണ്ട്. എടേ അവിടെ ചെന്നാലേ ഈ ഇതിട്ട് കിണ്ടണ പോലെയല്ല, അഭിനയിക്കണം. അല്ല, വേറെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇനി ഇവിടെ പുട്ടുണ്ടാക്കല്ലേ ഈ വീട്ടിലിടെ? മുറുക്കി കൊടുത്തിട്ടുണ്ട്. മുറുക്കിയാണ് മോളെ ഗിരിയേട്ടൻ വരുന്നു. എന്റെ പൊന്നെ, ഇപ്പൊ കണ്ടില്ല. ചങ്ങനാശ്ശേരി അതിന്റെ ഇടയ്ക്ക് വന്നു. അപ്പൊ ചങ്ങനാശ്ശേരി പോയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ലില്ലി അവിടെ ഇല്ലാത്തോണ്ട് ഉടനെ ഇങ്ങോട്ട് വരും. നീ അങ്ങോട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യും, അവിടെ പിടിച്ചു നിർത്താൻ. ഞാൻ എന്തെങ്കിലും സ്വറ പറഞ്ഞിട്ട് അതിന് എസ്കേപ്പ് ആക്കണേ. മാമ, നീ വർഷം പോയില്ലേ? വരും, വിളിക്കും. പണി അമ്മ മേലുണ്ട്. അവിടെ കനകനില്ലൊന്നും ഇല്ലല്ലോ. ഇല്ല. അല്ല, അമ്മ കാണുന്നില്ലേ? ഉറങ്ങുക അവിടെ, പിന്നെ പോകുമ്പോ കാണാം.
പടിയിറക്കി ഇങ്ങോട്ട് വരുന്നു മാമൻ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഒളിപ്പിക്കാം. ഈ മെസ്സേജ് അടിക്കറിയാം. അമ്മാവൻ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നേ പോ. അമ്മാവാ, നീ ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ എവിടെ പോകാനാണ്? അപ്പൊ പാർട്ടി ഓഫീസിലൊന്നും പോയില്ലേ? ഇല്ല അമ്മാവാ. ഞങ്ങള് 3 പേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 3 പേര് മാത്രം? അതെന്താ? അല്ല, കക്കുടില്ലല്ലോ, മുത്തില്ലല്ലോ, ലില്ലില്ലല്ലോ. ലില്ലില്ലല്ലോ, കനകനില്ലല്ലോ, ആരുമില്ലല്ലോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പറഞ്ഞതാ. അമ്മായിയും ഇല്ലല്ലോ. ആരുമില്ലല്ലോ. അവരുടെ കാര്യമൊന്നും പറയാതിരിക്കല്ലേ. അല്ല അമ്മ ചങ്ങനാശ്ശേരി പോയിട്ട് പിന്നെ എന്ത് പോയില്ലേ? അല്ല, ഞാൻ ചങ്ങനാശ്ശേരി പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞല്ലോ അമ്മ ചങ്ങനാശ്ശേരി പോയി. ഞാൻ ഫോൺ ചെയ്തല്ലോ. ഞാൻ ഫോൺ ചെയ്തല്ലോ അമ്മായിയെ അമ്മായില്ലേ. ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, ഇവളല്ലേ എന്നോട് പറഞ്ഞു. ചങ്ങനാശ്ശേരി ഒരാളെ കാണാണ്ടായിരുന്നു. അതിലൊന്ന് ചെല്ലാൻ പറഞ്ഞതാ. ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറാൻ നിൽക്കുമ്പോഴാ പറയണം, അയ്യോ ഒന്ന് വരണ്ട, എനിക്ക് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, പിന്നെ വന്നാൽ മതി. അങ്ങനെ ആ പോക്ക് ക്യാൻസലായി. നന്നായി നന്നായി. നാളെ ഇവരെല്ലാം ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരായിരുന്നേ. അന്നേരം ആ ഷൂട്ടിംഗുകാരെല്ലാം പറക്കി കെട്ടിപ്പോയി. ഇനി അടുത്ത ആഴ്ച അങ്ങോട്ട് വരത്തുള്ളത് അറിഞ്ഞേ. എന്ത്? അതെങ്ങനെ അവരൊക്കെ കെട്ടിപ്പറക്കി പോയി നിങ്ങൾ അറിഞ്ഞു? ഞാൻ ഫോൺ ചെയ്തല്ലോ, രാവിലെ ഞാൻ ഫോൺ ചെയ്തല്ലോ. അമ്മായി പറയുമല്ലോ. ഫോൺ ചെയ്തപ്പോ അമ്മായി ആ വിവരവും പറഞ്ഞു. അമ്മായി അവിടെ നടക്കുന്ന എല്ലാ വിവരവും പറയും. ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ വേറെ കാര്യങ്ങൾ അമ്മാവന്റെ ചീരകൃഷി അത് ഇത് എല്ലാ വിവരവും എപ്പോഴും പറയും. ചാള കിട്ടിയെന്നും പറഞ്ഞു. അതെ. വേറൊന്നും പറഞ്ഞില്ല? അല്ല, വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങളുടെ ചില എടുത്തുകാട്ടെ അവര് വന്നിട്ട് അങ്ങനെ ഒരു അവസരത്തിനൊത്ത് വന്ന് നോക്കിയപ്പോ ഒരു കഥാപാത്രം ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് വന്നപ്പോൾ അഭിനയിക്കാനോ? എടാ ഷൂട്ടിംഗുകാർ ഇവിടെ കണ്ടു. അപ്പൊ ഇവിടെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതാണല്ലോ. അപ്പൊ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ ഒന്നും നോക്കില്ല, എടുത്ത് ചാടിയുണ്ട്. അവൾ ഇന്നൊന്ന് വിളിച്ചു നോക്കണ്ടേ? ചോദിക്കാണ്ട് അവളാന്നും പറഞ്ഞിട്ട് അതിൽ അഭിനയിച്ചു. പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ? എന്നോട് ചോദിക്കേണ്ടത് അഭിനയിക്കാൻ പറ്റില്ല, അത് കട്ട് ചെയ്ത് കളയണം, ആ സീന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അയ്യോ അമ്മാവാ, എത്രയോ പേര് കൊതിക്കുന്ന ഒരു കാര്യം. എന്തോരം പേര് കൊതിക്കുന്ന കാര്യമാണ്. എന്ത് അഭിനയിക്കാൻ? അത് ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതത്തോട് വേണം അഭിനയിക്കാൻ. അമ്മായിയുടെ ബുദ്ധിമോശം. ആ ബുദ്ധിമോശം. അമ്മാവാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പെട്ടെന്ന് അവർ അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഉള്ളിൽ കിടന്ന കലാകാരി ഇളകി തിളച്ചങ്ങ് അഭിനയിച്ചു പോയി. അത് പോട്ടെ, അമ്മ അവനെ അറിയിച്ചില്ല, തെറ്റ് നമുക്ക് പറയാം. പിന്നെ അമ്മാവ ഈ സീരിയലിൽ അഭിനയിച്ച ആ സീനൊക്കെ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു. 100,000 രൂപ നഷ്ടമാണെന്ന് അറിയാമോ പ്രൊഡ്യൂസർക്ക്? പിന്നെ അമ്മായി പോയി അഭിനയിച്ചത് എവിടെ? നമ്മുടെ ഇവിടെ വീട്ടിന്റെ മുറ്റത്തിറങ്ങിയാണ് അഭിനയിച്ചത്. നമുക്ക് ഇത് ഒരു പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണം. ഞങ്ങൾ എന്നെ അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിപ്പിക്കില്ല. ഒരു പ്രാവശ്യത്തേക്ക് എന്തായാലേ ചങ്ങനാശ്ശേരി പോയില്ല എന്നുള്ള കാര്യം അവളവിടെ നിന്ന് വിളിച്ചു പറയട്ടെ. അല്ലെങ്കിൽ അവളെന്ത് അറിയോ, പഴയ ചോറ് ചൂടാക്കി കഴിക്കും. എനിക്കത് പറ്റില്ലല്ലോ, ചൂടുള്ള ചോറിന് വേണം. എന്തിനിപ്പോ വിളിക്കണേ? ചൂട് ചോറ് ഇവിടെ ഇരിക്കല്ലേ, നല്ല ചൂട് കറി. ഇവിടെ ചൂട് ചോറ് ഇവിടെ ചോറുണ്ടാക്കിയല്ലോ, ഇല്ലേ? ഉണ്ടാക്കുമല്ലോ. അല്ല, അത് നിങ്ങൾ ചോറുണ്ടാക്കി കഴിക്കുകയും ചെയ്തു. അന്നിപ്പോ ഞാൻ എന്തായാലും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അവളവിടെ ഇല്ലേ, അപ്പൊ അവള് ഉണ്ടാക്കണല്ലോ. എന്തിനാ അമ്മായിനെ ബുദ്ധിമുട്ടിക്കണേ? അമ്മാവനെ ഫോൺ എടുത്ത് വെച്ച് ഒന്നും ഉണ്ടായിരിക്കലേ. വേണ്ട, ഞാൻ ഒരു കാര്യം, ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി അവളുടെ കൂടെ ഒന്നാമത് അവൾ പിണങ്ങിയിരിക്കലടാ, പോയിട്ട് ഒപ്പം കഴിക്കാൻ. വിളിക്കാൻ സർപ്രൈസ് ആയിട്ട് പോകാം. അതാണ് നല്ലത്. വേണ്ട, വിളിക്കാൻ എന്റെ ഭാര്യ വിളിക്കാൻ എനിക്ക് എന്താ ഉണ്ടായിരിക്കും. എന്താ ഫോൺ അവിടെ അടിക്കണം? അല്ലടാ, ഗിരിജയുടെ ഫോണിന് ഇതേ റിംഗ് ടോണാണ്. ദൈവമേ, എന്റെ ഫോൺ അടിച്ചു. ഹലോ കുമാരി ചേച്ചി. പെൺപുലിയിലെ കുമാരി ചേച്ചി. ചേച്ചി ഇല്ല ഇന്ന് വരൂല. അതെന്താന്നറിയോ, ഇന്ന് ഞങ്ങളുടെ അമ്മാവൻ ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പൊ അമ്മാവൻ വരുമ്പോ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോവാറില്ല. ശരി. ആ ഓ
ഈ പെൺപുലിയിലെ കുമാരി ചേച്ചിയുടെ കാര്യം സൈലന്റ് ആക്കി വെച്ചോളാം. ഫോൺ എടുക്കണില്ല. എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കാം. ബാത്റൂമിലായിരിക്കും ചിലപ്പോ. അല്ല അടുക്കളയിലായിരിക്കും. അടുക്കളയിലാണെങ്കിൽ അവൾക്ക് എടുത്തുവിടാ. അറിയാടാ അടുക്കളയിലാണ്. അമ്മ പറഞ്ഞല്ലോ ബാത്റൂമിലല്ലേ നീ ഊഹിച്ചു. അമ്മായി എടുത്തില്ലേ? ഇല്ല എടുക്കില്ല. അമ്മ എങ്ങനെ എടുക്കും? ആ എന്നെ വിളിച്ചതാരാന്ന് കേട്ടല്ലോ അല്ലേ? പെൺപുലിയിലെ കുമാരി. പിന്നെ അതാരുടെ ഫോൺ അടിക്കും? ക്ലീറ്റോന്റെ. ക്ലീറ്റോന്റെ ഫോൺ തിരിക്കില്ലേ? ആ ഫോൺ എടുക്കണ അതേതാ? ഇത് എന്റെ പഴയ ഫോൺ. പഴയ ഫോൺ. അപ്പൊ നിനക്ക് 2 ഫോൺ ഉണ്ടാ? പുതിയ ഫോൺ. കുമാരി പെൺപുലി കടത്തിക്കാം. അല്ല ഈ കുമാരി പെൺപുലി അല്ലേ ഇപ്പൊ അകത്ത് ആ ഫോണിൽ വിളിച്ചത്? അത് കുമാരി പെൺപുലി 2 അല്ലേ? ഇത് കുമാരി പെൺപുലി 2 കുമാരി ഉണ്ട്. 2 കുമാരി. 1 2 കുമാരി. 1 2 ഉണ്ട്. അതുപോലെ തന്നെ തങ്കം 1 2 ഉണ്ട്. വേറെ തങ്കം പിന്നെ ഉണ്ട്. പിന്നെ വിളിക്ക്. ഇപ്പൊ അമ്മാവനോട് സംസാരിച്ചോണ്ട് വേണ്ട സംസാരിക്കണ്ട നമുക്ക്. അല്ല 2 ഫോണൊക്കെ ഉള്ളത് നല്ലതാ. ഒന്ന് കേടുവരും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസി ആണെങ്കിൽ വേറെ വിളിക്കാൻ. ഫോണിൽ തന്നെ നീ ഒരു കാര്യം ചെയ്താ നിന്റെ ഫോണിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ പുതിയ നമ്പർ പറഞ്ഞു വിടും. 79 07 26 10 76. ആ ഞാനേ ഇതിലൊന്ന് റിങ് ചെയ്യാം. അല്ല അതിനകത്ത് റിങ്ങേണ്ട. എന്തേ അത് നമ്പർ തെറ്റല്ലേ? തെറ്റോ? അതേതാ ഇതല്ലേ? ഭ്രാന്താ ഇവന്. എന്റെ നമ്പർ എനിക്ക് പോലും കാണാതെ അറിഞ്ഞൂടാ. പിന്നെ നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഓർത്ത് പറഞ്ഞ തെറ്റി. അതല്ല നമ്പർ തെറ്റാ. അതെ തെറ്റാണ്. എന്നാ പിന്നെ ആ ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. അപ്പൊ അതിൽ കിട്ടുമല്ലോ. എന്താ അമ്മാവാ എന്താ ഇത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. നീ ആ ഫോൺ എടുത്താ പുതിയ ഫോണല്ലേ മാമനൊന്ന് കാണട്ടെ. എടുക്ക് ആ ഫോൺ എടുക്ക്. അപ്പൊ അല്ല ഫോണ് ഇതിലൂടെ കൊടു. വാട്സപ്പിലൂടെ കൊടു. ഞാനത് പിന്നെ പോയിട്ട് വാട്സപ്പിൽ വാട്സപ്പിൽ എടുക്ക എന്ത് വേണം ചെയ്താ. നിന്റെ ഫോൺ ഞാനൊന്ന് കണ്ടടി. പുതിയ ഫോണല്ലേ പോയി എടുത്തിട്ട് വരി. പഴയ ഫോണാണ്. സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചുള്ളൂ. പുതിയതല്ല. എന്നാലും ഞാൻ കാണട്ടെ. എടുക്ക്. കർത്താവ് ഈ വീടിന് നമ്മളെ തലയിലോട്ടൊക്കെ വീണാ മതി. വീണിട്ട് അല്ല വീഴുമ്പോ നമ്മൾ ഈ ഓടിന്റെ കഴക്കൊല്ലൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ പൊങ്ങി വരില്ലേ? എന്താ ഈ ചെക്കൻ പറയുന്നത്? ടോം ആൻഡ് ജെറി സിനിമ അതങ്ങനല്ലേ? അതേപോലെ ഒരു മര്യാദ വേണോ സംസാരിക്കുമ്പോ? സത്യം 10-40 വർഷം പഴക്കമുള്ള ഈ വീട് നമ്മളെ തലയിൽ കൂടെ ഇടിഞ്ഞു വീണാ ഇന്ന് രാത്രി നമ്മൾ എവിടെ കിടന്ന് ഉറങ്ങൂടാ? അമ്മാവനും കൂടി മരിച്ചോട്ടെന്നോ? ഇനി അത്തോണത്ത് അമ്മാവനാണോ? ഞാൻ മേലും വീട് നോക്കൂലേ? അല്ല മാവ ഇങ്ങനെയാണ് സംസാരിക്കാനുള്ള മാവ. പ്രത്യേകിച്ച് അമ്മാനെ പോലെ ആളിരിക്കുമ്പോ എത്ര വർഷം പഴക്കമുള്ള തറവാടാണിത്. കഴുത അനക്ക് വിവരമുണ്ടോ? അവൻ ഒന്നാല് ഏത് സമയത്ത് അസ്ഥാനത്തെ വർത്താനം പറയാം. ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കാൻ വെറുതെ അടിയും പിടി ഉണ്ടാക്കാൻ. അതെ നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഈ കാര്യത്തിനൊന്നും വെറുതെ വെക്കാണ്ടാക്കണ്ട. ഞാനേ ഒന്ന് കുറച്ചേരം ഒന്ന് മയങ്ങട്ടെ. ശരിയാ അമ്മാവനെ അപ്പുറത്ത് അവിടെ എല്ലാം പിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടോ? എന്തിനാ അവിടെ കിടക്കുന്ന? ഇവിടെ സ്ഥലമില്ലേ? ഞാൻ അവിടെ കിടന്നോളാം. ഒന്നാ അവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ. ചിലപ്പോ വിളിക്കാൻ മറന്നാലോ എനിക്കൊരു 12 മണിക്ക് ഉണ്ടല്ലോ. ആരെങ്കിലും വിളിച്ചായിട്ടാ ഇവിടെ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇവനൊക്കെ 1-2 പറഞ്ഞിരിക്കും. അമ്മാന് ശല്യോ സംസാരിക്കാതിരുന്നാ മതി. ഞാൻ കിടന്നുറങ്ങട്ടെ കൂർക്കം. പിന്നെ അവര് 12 മണി മുമ്പ് കൂർക്കം മരിക്കുന്നു. അല്ല വരും. അയ്യേ അമ്മ അമ്മ എന്താ ഈ സമയത്ത്? അമ്മയ്ക്ക് വരാൻ സമയം കാലൊക്കെ ഉണ്ട് അവിടെ. അല്ല ഇപ്പൊ ദോഷ സമയമാണ് അമ്മാവ. ദോഷ സമയത്ത് എന്നെ അമ്മ അമ്മാവനും ഒക്കെ വന്ന് ഇവൻ പറഞ്ഞില്ലേ ഇത് ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴ്ചയെന്ന് ചിലപ്പോ സംഭവിച്ചു. ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ചേരായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ആരും കണ്ടില്ല. അപ്പൊ നേരം ഇങ്ങോട്ട് കയറിയതാ. എനിക്ക് ഭയങ്കര തലവേദന. ബാമിട്ടിട്ട് ഒരു കുറവുമില്ല. കണ്ണിലിത് കുത്തിയിട്ട് ഉറക്കവും വരുന്നില്ല. ഞാൻ ഒരാവി ഉണ്ടോ ആക്കാൻ? ആവി കൊള്ളണ. എന്നാ പിന്നെ അമ്മാവനും കൂടെ ചെല്ലാം. അമ്മയുടെ കൂടെ ആവി പിടിക്കാൻ. അല്ല ഞാന് ഇപ്പൊ ഇങ്ങോട്ട് അമ്മ എവിടെ പോവാ? ഞാൻ ആവി കൊള്ളാൻ പോണു. എന്നാ അമ്മ ഇവിടെ ഇരുന്നോ? ഞാൻ ആവി എടുത്തിട്ട് അല്ല ഞാൻ വെള്ളം തിളപ്പിച്ച് വരാം. വേണ്ട, നീ തിളപ്പിച്ച് നല്ലപോലെ തിളയത്തില്ല. ആവിയില്ല കീഴില്ല. അപ്പൊ ഞാൻ തിളപ്പിച്ചു തരാം. ഒന്നും വേണ്ടടാ. ചേച്ചി പോയി ആവി പിടിച്ചോട്ടെ. തലവേദന കാരണം സഹിക്കാൻ വയ്യ. അമ്മ പോയാൽ എല്ലാവരും ഒരേ കണക്കാണുള്ളത്. ഒരു കുടിയില്ല. എന്താ അമ്മ ക്ഷമിക്കണം. അമ്മ ഇവിടെ വന്നു. ഷൂട്ടിംഗ് അനുമതി ഇല്ലാതെ പോയി അഭിനയിച്ചാലും ഷൂട്ടിംഗായിട്ട് വഴക്കുണ്ടാകുന്ന കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു. ഇവിടെ വന്ന കാര്യം അമ്മയുടെ അടുത്ത് പറയില്ലെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു.
എന്താ അമ്മേ? എന്താ അമ്മ? ഞാന് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു കലം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ അതിന്റെ ഇടയിൽ കൂടെ എന്തോന്നാണെന്ന് അറിഞ്ഞില്ല, പാമ്പാണെന്നാണ് തോന്നുന്നത്. പാമ്പാ ഇതിലെയാ? എന്താ 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 ഒന്നുമില്ല അമ്മ, ഒരു പാമ്പ് ചേരയിരിക്കും അല്ലേ? അപ്പൊ അമ്മ പാമ്പിനെ കണ്ടിട്ട് ചേരനെ കണ്ടിട്ടാണോ അതെ, നീർക്കോലിയായിരിക്കും. ആരും ഉണ്ടായില്ല ഇവിടെ. അമ്മ വേറെ ആരുമില്ല. ചേരനെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞതാ. പോയി, ചേര പോയി. ഇനിയിപ്പോ ഇവിടെ നാവ് പിടിക്കണ്ടോ? അത് ശരിയാവില്ല. പാമ്പുണ്ട് ഇവിടെ. എവിടെ അവളെവിടെ ആര്? ഗിരിജ എവിടെ? അമ്മ പാമ്പിന് ഗിരിജെന്ന് പേരിട്ട് അത് പോയി. എന്താ നിനക്ക് ഗിരിജാൻ അറിയില്ലേ? എന്റെ കെട്ടോള് ഗിരിജ എവിടെയെന്ന്? അമ്മായിയോ? ആ. ഞങ്ങളുടെ അമ്മായിയോ? പിന്നല്ലാതെ വേറെ ഏതാ അമ്മായി ഗിരിജ? എങ്ങനെ ഇവിടെ ഉണ്ടാവും? അമ്മായി അമ്മാവിന്റെ വീട്ടിലല്ലേ? പിന്നല്ലാതെ ഇവൻ പറഞ്ഞല്ലോ ഗിരിജ ഇവിടെ വന്നു എന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീറ്റോനോട് സംസാരിച്ചു എന്നൊക്കെ. വന്നോ അമ്മായി? ഞാൻ കണ്ടില്ലല്ലോ. ഏ? ആര് പറഞ്ഞു? ഇവൻ പറഞ്ഞല്ലോ. നിന്നോട് ആര് പറഞ്ഞു? നീ എവിടെ പറഞ്ഞു ഇവിടെ വന്നു? അയ്യോ അത് ഞാൻ ക്ലീറ്റോനോടല്ലേ പറഞ്ഞത്. അമ്മായി നാളെ വരും എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ, അല്ലാതെ ഇവിടെ വരും നാളെ. പറഞ്ഞതാണോ? ഞാൻ കരുതി വന്നെന്ന്. പോളി പറഞ്ഞ ഗിരിജ വന്നില്ലേ? ഞാൻ അറിഞ്ഞതുമില്ല, കണ്ടതുമില്ല. അമ്മ അതെങ്ങനെ ഇവിടെ വരും? അമ്മാവനല്ലേ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങല്ലെന്ന്? അല്ല അമ്മ അറിയില്ലല്ലോ. ഞാൻ അമ്മായി വീട്ടിലല്ലോ. ഇല്ലല്ല, ഞാനും അതാണ് ആലോചിച്ചേ. അവള് പുറത്തിറങ്ങിയ കാല് ഞാൻ തല്ലി മുറിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ട് അവൾ അങ്ങനെ പുറത്തേക്ക് വരാൻ വഴിയില്ല. അങ്ങനെ ചെയ്യോ അമ്മ? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു. പറയുമ്പോ സൂക്ഷിച്ചും കണ്ട് പറയണം. നിനക്ക് ഇച്ചിരി പറച്ചിൽ കൂടുതലാണ് കേട്ടോ. ഒന്നും പറയുന്നു. ഇനി ഒന്നും പറയണ്ട നീ. അവൾ അങ്ങനെ വരില്ലേ? വരില്ല അമ്മാവ വരില്ല. അമ്മയ്ക്ക് ആവി വേണ്ടേ? അമ്മ അമ്മ അവിടെ പോയി പിടിച്ചോ. ആവി ഞാൻ ഇവിടെ ഇനി പാമ്പ് വേണ്ട. അമ്മ അവിടെ പോയി പിടിക്കും. ഇവിടെ പാമ്പ് വരും ഇനി. മാമ ശരി, എന്നാ ചാച്ച പാടാ. അമ്മയ്യ നീ എവിടെ ഒളിപ്പിച്ചു? നീ എവിടെ ഇരുത്തിയത്? ഇവിടെ വെച്ച്. അവിടെ വെച്ച് അമ്മ ഇപ്പൊ എവിടെ? ആ എവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. തങ്ക ഇതുവഴി വഴി വല്ലതും ഉണ്ടോ പുറത്തു പോവാൻ? ഇവിടെ ഇനി പാമ്പ് പോയ വഴി അമ്മായും പോയാ? എന്നാലിത് അമ്മായി ഇനി വന്നില്ലേ ക്ലീറ്റോ? ഇനി അമ്മായി വന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അമ്മായി